CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും രണ്ട് നിലപാടുകളും കാലങ്ങളായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. CPM-ഉം കോൺഗ്രസും ഒരു തലയ്ക്കൽ അവർ പാലൂട്ടി വളർത്തും, ഒരു തലയ്ക്കൽ അവർ അതിനെ വിമർശിക്കും. അതാത് സമയത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഏതൊക്കെയാണോ വിജയിക്കുക ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ അടവ് നയം എന്ന് പറയും, അതിനെ തട്ടിപ്പ് നയം എന്ന് പറയും, പല നയങ്ങളും അവർ ഉപയോഗിക്കും. എന്താണ് വിജയരാഘവൻ പറഞ്ഞത്? ന്യൂനപക്ഷ വർഗീയവാദികളും ന്യൂനപക്ഷ തീവ്രവാദികളും, ഈ രണ്ട് പദങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹം ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വിജയവും പ്രതിപക്ഷ നേതാവിൻ്റെ സഹോദരിയും കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള പ്രിയങ്കയുടെ വിജയത്തിനെ കുറിച്ചാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഖ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അത് കൃത്യമാക്കണം. ഇവിടെ SDPI ആയിക്കോട്ടെ, SDPIയുടെ മുൻപത്തെ രൂപങ്ങളായിക്കോട്ടെ, NDF ആയിക്കോട്ടെ, ഇത്യാദി പോപ്പുലർ ഫ്രണ്ട്, നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളെ, കേഡറുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തികളായിക്കോട്ടെ, എല്ലാ പ്രവൃത്തികളിലും മുൻപന്തിയിൽ നിന്നവരാണ് ഇവരൊക്കെ. മദനിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയവരാണ് ഇവർ രണ്ടുപേരും. കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് ഇപ്പോൾ തിരിച്ചുവിടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കേസും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ബാംഗ്ലൂർ സ്ഫോടനവുമായിട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോഴും ഇവിടെ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കി. അപ്പം ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷ വർഗീയ സ്വഭാവമുള്ളവരും അതിൻ്റെ തീവ്ര സ്വഭാവമുള്ളവരെയും മതമൗലികവാദ സ്വഭാവമുള്ളവരെയൊക്കെ പരിപൂർണമായിട്ട് താലോലിച്ച് വരുന്ന രാഷ്ട്രീയം ഇവർ രണ്ടുപേരും നടത്തി വന്നിട്ടുണ്ട്. അത് PDPയുടെ പിന്തുണ 2009 ഇവർ വാങ്ങിച്ചിട്ടല്ലേ, 2011 PDP കോൺഗ്രസിന് പിന്തുണച്ചിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. CPM ഇവരുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് കൊണ്ടുപോയി, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഒക്കെ ഇവർ വോട്ട് ചോദിച്ചിട്ടില്ലേ. INLൻ്റെ പിന്തുണ ഇവർ വാങ്ങിച്ചിട്ടില്ലേ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇപ്പോൾ എന്താണ് CPM-ൻ്റെ നിലപാട്? ഇപ്പോൾ CPM-ൻ്റെ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് പോണത് പോട്ടെ, എന്നാൽ ഇനി ഈ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ പിടിക്കാൻ ഒരു തന്ത്രം ഇറക്കി കളയാം. അപ്പോൾ അവർ ഈ മുസ്ലിം കാർഡ് ഇറക്കി. ഇനി നാളെ തിരുത്തി പറയാനും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടായില്ല. SDPയുടെ ആയിക്കോട്ടെ, INLൻ്റെ ആയിക്കോട്ടെ, PDPയുടെ ആയിക്കോട്ടെ, ജമാഅത്തയുടെ ആയിക്കോട്ടെ, ഇവിടെ മുസ്ലിം വർഗീയവാദം പറയുന്ന എല്ലാവരുടെയും വോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവർ അവരുടെ വോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവർ ആ കാലാകാലത്തിനനുസൃതമായ മാറ്റങ്ങളും വർത്തമാനങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സാണ് മുന്നിൽ നിൽക്കുന്നത്, ആ വോട്ട് വാങ്ങിക്കുന്നതിൽ. അപ്പോൾ ഇവർ അതിനെതിരെ സംസാരിക്കുന്നു എന്ന് മാത്രം. ഇതിൻ്റെ തൊട്ട് മുൻപിൽ ഇവരായിരുന്നു മുന്നിൽ നിന്നിരുന്നത്, അപ്പോൾ മറ്റവർ ഇവരെ എതിർത്തിരുന്നു എന്ന് മാത്രം. രണ്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ഇവരുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുമാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബഹുമാനായിട്ടുള്ള ശ്രീ വസീഫ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഷൊർണൂർ കൗൺസിലർ വിളിച്ചിരുന്നു. അപ്പോൾ ഷൊർണൂർ കൗൺസിലറുടെ കൃത്യമായിട്ട് പറഞ്ഞു, ഷൊർണൂർ കൗൺസിലർ SDPയുടെ പിന്തുണ കൊണ്ട് തന്നെയാണ് സാർ ചെയർമാനും വൈസ് ചെയർമാനും എന്ന് പറഞ്ഞാൽ. CPM-ന് അവിടെ ഉണ്ടായിരുന്ന 16 മെമ്പർമാരും, BJPക്ക് ഉണ്ടായിരുന്ന 9 മെമ്പർമാരും, കോൺഗ്രസിനുണ്ടായിരുന്ന 7 മെമ്പർമാരും, SDPക്ക് ഉണ്ടായിരുന്ന 1 മെമ്പറുമാണ്. അപ്പോൾ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ 17 സീറ്റ് വേണമായിരുന്നു, 17 അക്കം വേണമായിരുന്നു. ആ അംഗങ്ങളുടെ ബലമുണ്ടാക്കിയത് SDPയുടെ പിന്തുണ മേടിച്ചിട്ടാണ് വൈസ് ചെയർമാനും വന്നത്. ആ സമയത്ത് അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ ചോദിച്ചിട്ടല്ല SDP വോട്ട് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളത് രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു ആ കാര്യം അവർ പറഞ്ഞത്. പിന്നീട് അവർക്ക് 17 അംഗമായത് കോൺഗ്രസിൻ്റെ ഒരു സ്വതന്ത്രൻ ഇവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ്, അല്ലാതെ ഇവരുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മാറിപ്പോയതൊന്നുമല്ല. ആ കാര്യവും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയേക്കൊള്ളാം. ഓങ്ങല്ലൂർ പഞ്ചായത്ത്, പാലക്കാട് നിങ്ങളുടെ ഓങ്ങല്ലൂർ റിപ്പോർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അവിടെയും SDPയുടെ പിന്തുണ ഇന്നും ഈ പറയുന്ന സമയത്തും CPM-ൻ്റെ ഭാഗമായിട്ടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ ഈ രാത്രി കാലങ്ങളിൽ ഒരു നയവും പകൽ വേറൊരു നയവുമായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ വിജയരാഘവൻ എന്താ വെച്ചാൽ ഹിന്ദു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബേസ് വോട്ട് ഉണ്ടായിരുന്നൊരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവരിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ മുസ്ലിം വിരുദ്ധ കാർഡ് ഇറക്കി കഴിഞ്ഞാൽ വർഗീയവാദിയെന്നും തീവ്രവാദികളെന്നൊക്കെ ഒരു 4 കലക്ക് കലക്കി അവരുടെ ഇപ്പുറത്തെ വോട്ടുകളൊന്നും സംരക്ഷിച്ച് കളയാമെന്ന് പറയപ്പെടുന്ന ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ശൈലിയാണ്. അതവരുടെ രാഷ്ട്രീയമായിട്ട് ഇവർ CPM പ്ലാൻ ചെയ്യുന്നതാണ്. അത് ഗോവിന്ദൻ മാഷ് അതിനെ കൃത്യമായി ശരിവെക്കും. കാരണം അത് അവരുടെ പ്ലാനിങ് ആണ്. അത് ജയരാജനിലൂടെ, പിണറായി വിജയനിലൂടെ, വിജയരാഘവനിലൂടെ, അല്ലെങ്കിൽ മോഹനൻ മാഷിലൂടെയൊക്കെ അത് പല തരത്തിലൂടെ പുറത്തു വരും. അതും ഈ മാറ്റിക്കളിക്കേണ്ടി വന്നാൽ ഒരു നാണവുമില്ലാതെ അവർ അത് മാറ്റിക്കളിക്കുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ്സാണ് അവരുടെ വോട്ടുകൾ മേടിക്കുന്നതിൽ മുന്നിലെന്ന് മാത്രമാണ്. ഇത് ഇവരുടെ തട്ടിപ്പും മത്തങ്ങയാണ്. ആ തട്ടിപ്പും മത്തങ്ങയൊന്നും BJPക്ക് അവരുടെ ഒരു ശൈലിയിൽ, BJP ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, മത തീവ്രവാദവും മതമൗലികവാദവും ഈ കൊണ്ട് നടക്കുന്ന ഈ രാഷ്ട്രീയ തീവ്രവാദി ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ എത്ര കാലമായിട്ട് പറയുന്നു. ഞങ്ങൾ ഈ തീവ്രവാദ രാഷ്ട്രീയം എത്ര കാലമായി പുറത്ത് കാണിക്കുന്നു, ഞങ്ങളിത് എത്ര കാലമായി വിളിച്ചു പറയുന്നു. നിങ്ങളതിനെയൊക്കെ ഞങ്ങൾക്കെതിരെ ശക്തമായി പറയുന്നു, ഞങ്ങൾക്കെതിരെ വർഗീയവാദികളെന്ന് വിളിക്കുന്നു. ഞങ്ങൾക്കതിലൊന്നും വിരോധമില്ല. ഞങ്ങളത് കൃത്യമായിട്ട് ഈ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ തീവ്രവാദ സംഘടനകൾ, ഈ മതമൗലിക സംഘടനകൾ
44 പേര് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും യുദ്ധം ചെയ്യാൻ പോയതും കാശ്മീരിൽ സൈന്യത്തിനെതിരെ മറ്റേ യുദ്ധം നടത്തി മരിച്ചത് ആരായിരുന്നു? കണ്ണൂർ സ്വദേശികളായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. ഈ വാഗമണ്ണും കരകമലയിലും നടന്നിട്ടുള്ള ക്യാമ്പുകളും ആ തീവ്രവാദ പ്രവർത്തനം കേരളത്തിലും കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്നതിൽ ഇവിടുത്തെ CPM-നും ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും മൗനാനുവാദവും സംരക്ഷണവും ഒക്കെ കൃത്യമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തിനും അറിയാം. അതുകൊണ്ട് BJP അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ്. തീവ്രവാദ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. SDPIക്ക് ആദ്യമായിട്ട് പാലക്കാട് SDPIയുടെ പിന്തുണയോട് കൂടിയിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് റോട്ടിലിറങ്ങിയത് ആരാണ്? കോൺഗ്രസിന് വേണ്ടിയിട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണിന്ന് കോൺഗ്രസ് പ്രതിനിധി റിപ്പോർട്ടർ ചാനൽ വരാത്തത്? അത് ഏത് വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുകാർ നിങ്ങളെ നിരോധിച്ചിരിക്കുന്നതെന്നും സ്മൃതിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇവർ നടത്തുന്ന തട്ടിപ്പ് രാഷ്ട്രീയമാണ്. ഇത്തവണ UDF-നെ പിന്തുണയ്ക്കുന്നു പാലക്കാട് എന്നുള്ളതിൽ രഹസ്യമുണ്ടായിരുന്നില്ല. അവർ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ അങ്ങനെ ഒരു പരസ്യ നിലപാടെടുക്കാറുണ്ട്. ആ നിലപാട് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ അതിനെയാണ് സഖ്യമെന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നത്.